ഗൈസ്, അപ്പോൾ എല്ലാവർക്കും റെനി ശ്രീമളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി വൈറ്റ് ഹൗസിൽ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. ആക്ച്വലി ഇതിനൊരു മാസം മുന്നേ ആയിട്ട് ഇവിടെ ഒരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു. നമ്മുടെ പിറകിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മതികെട്ടാൻ മല മൊത്തമായിട്ട് അങ്ങ് ഇടിഞ്ഞു വന്ന പോലെയാണ്. ഏകദേശം ഒരു 4-5 ഏക്കർ സ്ഥലം അങ്ങ് എടുത്ത് കളഞ്ഞു ഉരുൾ പൊട്ടിയിട്ട്. ഇപ്പോഴും അതിൻ്റെ കെടുതികളൊന്നും മാറിയിട്ടില്ല. അതായത് ഈ കൃഷിസ്ഥലം മൊത്തം അങ്ങ് പോയി. പിന്നെ കറണ്ട് വന്നതും റോഡ് പുനഃസ്ഥാപിച്ചതൊക്കെ ഈ അടുത്താണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ദുഃഖകരമായൊരു കാര്യമാണ്. എന്നിരുന്നാലും ഇത് അധികം സമൂഹ മാധ്യമങ്ങളിലൊന്നും പ്രചരിക്കപ്പെട്ടിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളപായമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു രാത്രിക്കാണ് ഉരുൾപൊട്ടലുണ്ടായത്. ആളപായമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് മാധ്യമപ്രവർത്തകരൊന്നും വന്ന് കവർ ചെയ്തിട്ടുള്ളൊരു സംഭവമല്ല. എന്നാലും നമ്മുടെ ഒരറിവിലേക്ക് എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണിച്ചു തരാണ്. ഇതാണ് ശാന്തമ്പാറ ഗ്രാമപഞ്ചായത്തിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങൾ. അതാ ഒലിച്ചു വന്ന അറ്റത്തൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ചോല. അതിൻ്റെ ഇത് നിന്നിട്ടില്ല. ഇപ്പോഴും കറക്റ്റായിട്ട് കാണാം മലയുടെ മേലെ നിന്ന് വെള്ളം ഒലിച്ചു വരുന്നത്. നമുക്ക് ആ ഒരു അറ്റം വരെ ഒന്ന് പോയി നോക്കാം. ചുണ്ട് നല്ല ഉഷാറിലാണല്ലോ. ചുണ്ട് കയറിപ്പോയിക്കേ. ഇപ്പം മഴക്കാലമൊക്കെ നിന്ന് ഇതിപ്പം ഡിസംബറായി നമ്മൾ എടുക്കുമ്പോഴത്തേക്കും, അതുകൊണ്ട് വലിയ പേടിയില്ല വീണ്ടും ഒരു ഉരുൾപൊട്ടൽ വരുമോ എന്നുള്ള കാര്യത്തിൽ. ഒരു ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയ അങ്ങ് പോയി കേട്ടോ. മൊത്തം ചെളിയും കല്ലും കാര്യങ്ങളും, പിന്നെ കൃഷിയോഗ്യം അല്ലാണ്ടായി പോവാണ്. എത്രയാ ഉരുളം കല്ലുകൾ വന്നിരിക്കുന്നത് നോക്കിക്കേ. മൊത്തം ചവലയും ചെളി പിടിച്ചിരിക്കുന്ന ഒരു മരത്തിനെ നോക്കിക്കേ. എന്തായാലും അതിൻ്റെ ഒരു ഭീകരത. ആ മുകൾ ഭാഗത്തേക്ക് നോക്കിക്കേ, എത്ര വലിയ വലിയ കല്ലുകളാണ് ഒഴുകി പോന്നിരിക്കുന്നത്. ആ മലയുടെ അവിടുന്ന് മതികെട്ടാൻ മല മൊത്തമായിട്ട് അങ്ങ് ഒഴുകി വന്ന പോലെയാണ്. നോക്കിക്കേ, നല്ല വെള്ളം കേട്ടോ. എന്തൊരു തണുപ്പ്. മലേൻ്റെ മേലെ നിന്ന് വരുന്ന വെള്ളം, നല്ല തണുപ്പ്. നിനക്ക് എന്താണ് കിട്ടിയത്? ഉണ്ടക്കായ. ആ കഴുകണ്ട അത് കളഞ്ഞു. അപ്പം നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് ഇവിടുന്ന് വരുന്നത്. ഞാനൊന്ന് നോക്കട്ടെ. അല്ലേ, നല്ല അടിപൊളി വെള്ളം, നല്ല തണുപ്പുണ്ട്. ഇതുപോലത്തെ കട്ട പിടിച്ച ചെളിയായിരുന്നു റോട്ടിലും തോടിലൊക്കെ. മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ തന്നെ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്ത് പിടിച്ചു. കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മുകൾ ഭാഗത്തു നിന്നുള്ള ചോല ഇപ്പോഴും വിട്ടിട്ടില്ല. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചുറ്റുവട്ടത്തുള്ള ഏലക്കാടിനൊന്നും പ്രശ്നം പറ്റിയിട്ടില്ല. അല്ലേ, മരങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. നല്ല വേരിന് സ്ട്രെങ്ത്തുള്ള മരങ്ങളൊക്കെ. ബാക്കിയുള്ള ഏരിയകളൊക്കെയാണ് ഇപ്പം പോയിരിക്കുന്നത്. മൊത്തം ഏരിയ തന്നെ അങ്ങ് പോയി. പണ്ട് ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്, ഞങ്ങൾ ഇതിന് മുന്നൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വീടിൽ നിന്ന് ഒരു 100 മീറ്റർ പോലും ഇല്ല. ഈ ഒരു ഗ്യാപ്പിൻ്റെ ഇടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഭാഗ്യം നമ്മുടെ അവിടേക്കൊന്നും വന്നില്ല. കാരണം തൊട്ടപ്പുറത്തൊക്കെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ്. വീടുകൾക്ക് പോലും ഈവൻ കോട്ടം പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയാലോ. ഈ ഒരു കൃഷിസ്ഥലം പോയി. അതിനിപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭീകരത എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എല്ലാവരും കണ്ടു കാണുമല്ലോ. പണ്ടൊക്കെ തന്നെ ഒരുപാട് പെട്ടിമുടിയിലും അവിടെയൊക്കെ ഉരുൾ പൊട്ടി കഴിഞ്ഞപ്പം ഏകദേശം ഇതുപോലെയാണ് വന്നിരുന്നത്. ഇവിടെ അന്ന് ഉരുൾ പൊട്ടിയ ടൈമിൽ ഇതാണ് മെയിൻ ഉരുൾപൊട്ടലുണ്ടായിരുന്നത്. ഇതിന് പുറമെ തൊട്ടടുത്തടുത്തായിട്ട് 2-3 ഉരുൾപൊട്ടലും കൂടി അന്ന് ഒരേ ടൈമിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ഭീകരമായ ഉരുൾപൊട്ടൽ ഇതായിരുന്നു. ഏകദേശം ഒരു 4-5 ഏക്കർ സ്ഥലം തന്നെ അങ്ങ് എടുത്തു പോകുന്ന പോലെ ആണ് വന്നിരുന്നത്. രാത്രി നേരത്താണ് വന്നത്. കാരണം ആളുകൾക്കൊന്നും മനസ്സിലായില്ല. തൊട്ടടുത്ത തോടുകളിലും പിന്നെ ഇവിടുത്തെ റോഡുകളിലൊക്കെ നല്ല രീതിയിൽ ചെളിവെള്ളം കയറിയപ്പോഴാണ് ആൾക്കാർ അറിഞ്ഞത് തന്നെ. അതുകൊണ്ട് പിന്നെന്താ പറയുക, ആളപായം ഉണ്ടായില്ല ഈ പറമ്പ് ഏരിയ കൂടെ തന്നെ വന്നത് കാരണം. പക്ഷേ ആളുകളുടെ പറമ്പ് കുറേ പോയി. ഇതാണിപ്പോൾ കൂട്ടത്തിൽ വന്ന നല്ല വലിയൊരു മരം. ഇതിന് പുറമെ ഒരുപാട് മരങ്ങൾ താഴത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്ക്, റോഡും കവച്ച് വെച്ചിട്ട് താഴത്തേക്ക് പോയിരിക്കുകയാണ്.
ഈ റോഡുകളൊക്കെ പോയിരിക്കുന്നത് കണ്ടില്ലേ? ഈ കാണുന്ന പോസ്റ്റൊക്കെ ഒടിഞ്ഞു പോയത് കേട്ടോ. 2-3 പോസ്റ്റൊക്കെ ഒടിഞ്ഞു പോയിട്ട് ഒരാഴ്ചത്തേക്ക് ഏകദേശം കറണ്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ട്രാൻസ്ഫോമറും കാര്യങ്ങളൊക്കെ പുനഃസ്ഥാപിച്ചിട്ടാണ് റെഡി ആയത്. നോക്കിയാൽ കറക്റ്റ് ഈ വീടിൻ്റെ സൈഡ് കൂടിയാണ് അങ്ങ് പോയിരിക്കുന്നത്. അത് കാരണം ആർക്കും വലിയ ആളപായവും ഉണ്ടായില്ല, വീടിന് നാശനഷ്ടവും ഉണ്ടായില്ല. ഒരു ഭാഗ്യത്തിനങ്ങ് കടന്നുപോയി. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ശാന്തമ്പാറയിലെ ഉരുൾപൊട്ടലിൻ്റെ നടുക്കുന്ന ദൃശ്യങ്ങളെല്ലാം നമ്മൾ കാണിച്ചിരിക്കുന്നു. ഞാൻ ഏതായാലും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനൊന്നും പറയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലൈക്ക് ചെയ്ത് ഇതാക്കേണ്ട ഒരു സംഭവമല്ലല്ലോ. നിങ്ങൾ കാണുക, ഒന്ന് അറിയുക ഇങ്ങനെയൊരു സംഭവം ഇവിടെ ഉണ്ടായി, അതിൻ്റെ ദൃശ്യങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, ബൈ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ബൈ ബൈ.